15ാമത് SKSSF സംസ്ഥാന സമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉള്ളിന്റെ ആളൽ എന്ന പ്രമേയത്തിൽ SKSSF 15ാമത് സംസ്ഥാനതല സർഗലയത്തിന്റെ ഈ പ്രൗഢമായ വേദിയിൽ എന്റെ ഉമ്മ രചിച്ച ഒരു കൊച്ചു കഥ അല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കഥയാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്റെ കഥയുടെ പേരാണ് യുദ്ധത്തിൽ പൊലിഞ്ഞ സ്വപ്നങ്ങൾ. കൂട്ടുകാരെ, നമ്മളെല്ലാവരും സ്വപ്നം കാണാറില്ലേ? ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും. അതെ, നമ്മെ പോലെ സ്വപ്നം കണ്ടും കളിച്ചും രസിച്ചും അങ്ങ് പലസ്തീനിലെ ഗസയുടെ മണ്ണിൽ ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു. അമീൻ എന്നാണ് അവന്റെ പേര്. ഉമ്മയും ബാപ്പയും തന്റെ കൊച്ചനുസൃത റഷയും, അതായിരുന്നു ഭൂമിയിലെ അവന്റെ സ്വർഗം. പക്ഷേ ആ സ്വർഗം അധിക കാലം നീണ്ടു നിന്നില്ല. അവന് നല്ല ഓർമ്മയുണ്ട്. അന്നൊരു വെള്ളിയാഴ്ചയാണ്. ജുമാ കഴിഞ്ഞ് ബാപ്പയുടെ കൂടെ തിടുക്കത്തിൽ വരികയാണ്. റഷയുടെ പിറന്നാളാണ്. അവൾക്ക് വേണ്ട പുത്തനുടുപ്പും അവൾക്കേറെ പ്രിയപ്പെട്ട കുറച്ചു പുസ്തകങ്ങളുമുണ്ട് കയ്യിൽ. ഇത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകുമല്ലേ ബാപ്പ? ബാപ്പയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും വീട്ടിലെത്തി കഥ കടച്ചതും മാത്രം ഓർമ്മയുണ്ട്. ഒരു ഭയാനക ശബ്ദം, എങ്ങും പൊടിപടലങ്ങൾ, എന്തൊക്കെയോ വീഴുന്നുണ്ട്. ഒന്നും കാണാൻ കഴിയുന്നില്ല. എത്ര നേരം കഴിഞ്ഞുവെന്ന് അവൻ അറിയില്ല. അവൻ പതിയെ കണ്ണുകൾ തുറക്കാൻ നോക്കി. വലത്തെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. എങ്ങും നിലവിളി ശബ്ദങ്ങൾ. അവൻ പതിയെ ഇടത്തെ കണ്ണു തുറന്നുകൊണ്ട് നോക്കി. താൻ ഇപ്പോഴുള്ളത് വീട്ടിലല്ല എന്നും തന്റെ കൂടെ ഉമ്മയോ ബാപ്പയോ അനുജത്തിയോ ഇല്ല എന്നും അവന് മനസ്സിലായി. അവൻ പതിയെ എഴുന്നേൽക്കാൻ നോക്കി. ഇല്ല, പറ്റുന്നില്ല. നല്ല വേദന, എലുകൾ പൊടിയുന്നത് പോലെ. തന്നെ പുതപ്പിച്ച ആ പച്ചപ്പുതപ്പ് ദേഹത്തിന് നടത്തി മാറ്റി. ഒരു നിമിഷം അവൻ ആകെ സ്തബ്ധനായി. ഗസയുടെ തെരുവോരങ്ങളിൽ റഷയുടെ കൂടി ഓടിക്കളിച്ച ഇരുകാലുകളും അവനില്ല. അത് മുറിച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. പകരം ചോര പുരണ്ട ഒരു കെട്ട് മാത്രം. അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഉമ്മാ, ബാപ്പാ, ഉമ്മാ, ബാപ്പാ. അവൻ വാവിട്ടു കരഞ്ഞു. ആരും വിളി കേട്ടില്ല. പകരം താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ അവൻ അരികിലേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു പുസ്തകവുമുണ്ട്. ആ പുസ്തകം അവൻ അരികിൽ വെച്ചു. അവന് വെള്ളം കൊടുത്തു. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, അല്ലാഹുവിന് നമുക്ക്, അല്ലാഹുവിന് നമുക്ക്. അവൻ പതിയെ ആ പുസ്തകം തുറന്നു നോക്കി. അതെ, ഇത് റഷയുടെ പുസ്തകമാണ്. അവൾക്കേറെ പ്രിയപ്പെട്ട അവളുടെ കൊച്ചു ഡയറി. അവൾ എഴുതിയിരിക്കുന്നു, ഞാൻ ഒരു നാൾ മരണപ്പെടും. എന്നെ ഓർത്ത് ആരും വിഷമിക്കരുത്. എൻ്റെ വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് നൽകണം. എൻ്റെ കളിപ്പാട്ടങ്ങൾ കളിക്കൂട്ടുകാരനായ വലീദിന് നൽകണം. അങ്ങനെ അങ്ങനെ അവനറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഉമ്മയോ ബാപ്പയോ അനുജത്തിയോ ഇന്ന് കൂടെയില്ല. തൻ്റെ വീട്ടിലേക്ക് ശത്രുക്കൾ പതിപ്പിച്ച ഷെല്ലാക്രമണത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവന് മനസ്സിലായി. അവൻ്റെ ആ കുഞ്ഞു സ്വർഗം ആ ആക്രമണത്തിൽ നാമാവശേഷമായി. അവരുടെ ഓർമ്മകളും അവർ കണ്ട സ്വപ്നങ്ങളും മാത്രം ബാക്കി. ഒരു യുദ്ധം തൻ്റെ എല്ലാം നശിപ്പിച്ചു. അല്ലാ, ഞങ്ങൾ ഈ പിഞ്ചു മക്കൾ ചെയ്ത തെറ്റെന്താണ്? ഒരു നിമിഷം കൊണ്ട് എന്നെ പോലെ എത്ര പേര് എത്തിയുമായി. ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? അവൻ സ്വയം പറഞ്ഞു. അല്ലാ, നീ ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും അനീതികളും കാണുന്നില്ലേ? ഇതിനൊക്കെ ഒരറുതി വരുത്തണേ അല്ലാ. പിഞ്ചു കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ, അങ്ങനെ എത്ര എത്ര. അവന്റെ മനം തന്റെ റബ്ബിനോട് വല്ലാതെ താണു കീണു. കൂട്ടുകാരെ, യുദ്ധം നമുക്ക് പലതും നേടിത്തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് യുദ്ധം എന്തിനെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്.
അമീനിനെ പോലെ എത്ര എത്ര കുട്ടികൾ. അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.